മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യൂറിക് ആസിഡ് കുറയുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് അല്ലേ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഈ ജസ്റ്റ് ഒന്ന് ഈ വോയിസ് ഒന്ന് കേൾക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. എന്താണ് ഡോക്ടറെ വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ അഷ്റഫ് കുട്ടനാട്. ഞാൻ അന്ന് യൂറിക് ആസിഡ് 8.5 ആയിരുന്നു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് 2 മാസം മെഡിസിൻ കഴിച്ച് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ? കുറച്ചൊക്കെ ഫോളോ ചെയ്ത് ഫുള്ള് പറ്റിയില്ല, കുറച്ചൊക്കെ. പക്ഷെ നല്ല റിസൾട്ട് കിട്ടിയിരിക്കണം. 5.4 ആയിക്കണം. അതായത് കൂടുതലും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ കഴിക്കും, പക്ഷേ ഡയറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലൊന്നും മാറ്റം വരത്തില്ല. ഇപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് ഞാൻ തന്നെയാണ് മരുന്ന് കൊടുത്തിട്ടുള്ളത്. 2 മാസത്തോളം ഞാൻ മരുന്ന് കൊടുത്തിട്ടും പുള്ളിക്ക് യൂറിക് ആസിഡ് കുറഞ്ഞില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി കൃത്യമായിട്ട് 15 ദിവസം കൃത്യം വലിക്കുക, ഫുഡ് ചേഞ്ച് വരുത്തുക, ഡയറ്റ് ഫോളോ ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഞാൻ മരുന്ന് തരുമെന്ന് ഇവരോട് പറഞ്ഞു. ഈ കറക്റ്റ് ഇവരത് ഫോളോ ചെയ്തു, നല്ല റിസൾട്ടും കിട്ടി. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ജീവിതശൈലി രോഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതശൈലിയുടെ പ്രോബ്ലംസ് കൊണ്ട് മാത്രം വരുന്ന രോഗങ്ങളാണ് ഭൂരിഭാഗം രോഗങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആയുർവേദത്തിൽ പറയാറുണ്ട് നിദാന പരിവർജനം എന്ന് പറയും. നിദാന പരിവർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരാനുള്ള ഒരു കാരണമുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഉണ്ട് ഈ രോഗം വരാനൊരു കാരണക്കാരൻ. നമ്മൾ ഏത് ചികിത്സ തുടങ്ങുന്നതിൻ്റെയും മുന്നോടിയായിട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിദാന പരിവർജനമാണ്. രോഗം ഉണ്ടാവാൻ ഇടയാവുന്ന സാഹചര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് രോഗത്തിലാണെങ്കിലും അതുപോലെ ഇതുപോലെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നിദാനമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക. എന്നിട്ട് ജീവിതശൈലി ഒന്നും കൂടി മരുന്നിൻ്റെ കൂട്ടത്തിൽ ജീവിതശൈലിയിലും കൂടി മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്.